പ്രൈസ് ദ ലോർഡ്. സെഖര്യ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഈ വാക്യത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. യെരുശലേം ഭാരമുള്ള കല്ല്. ബൈബിൾ ചരിത്രം പരിശോധിച്ചാൽ യെരുശലേം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഇത് ശാലേം എന്നറിയപ്പെട്ടിരുന്നു എന്നും മൽക്കീസദേക്ക് ഇതിൻ്റെ ഭരണാധികാരിയായിരുന്നുവെന്നും ഉൽപ്പത്തി 14-18 വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ശാലേം രാജാവ് അഥവാ മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. സങ്കീർത്തനം 132-14 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ ഇച്ഛിക്കുകയും ചെയ്തു എന്ന്. ഇപ്രകാരം തൻ്റെ വാസസ്ഥലമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലം എങ്ങനെയാണ് സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായത്? കൂടാതെ ഇതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കുമെന്നും സകല ജാതികളും അതിന് വിരോധമായി കൂടി വരുമെന്നും പറയാൻ കാരണമെന്താണ്? ഈ കാരണങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ഒന്നാമതായി, യെരുശലേം എന്നത് ഇസ്രായേൽ ദേശത്തിൻ്റെ ചരിത്രപരമായ തലസ്ഥാനമാണ്. രണ്ടാമതായി, പ്രവാചക നബിയുമായി ബന്ധപ്പെടുത്തിയാൽ മുസ്ലിങ്ങൾക്ക് യെരുശലേം ഒരു വിശുദ്ധ സ്ഥലമാണ്. അടുത്തതായി ചിന്തിച്ചാൽ ശലോമോൻ രാജാവ് 1-ാം ദേവാലയം പണിത സ്ഥലമാണ് പഴയ യെരുശലേം. ഈ പരിശുദ്ധ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പടിഞ്ഞാറേ മതിൽക്കെട്ടിൻ്റെ ഭാഗത്തെ വിലാപ മതിൽ അഥവാ വെയിലിംഗ് വോൾ എന്ന് പറയുന്നു. റോമൻ ആക്രമണകാരികളാണ് ഈ മതിൽ തകർത്തത്. യഹൂദന്മാർ യെരുശലേമിനെ ഒരു പുണ്യ തീർത്ഥാടന സ്ഥലമായി കാണുകയും ചെയ്യുന്നു. നാലാമതായി, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന സ്ഥലമായി ബഹുമാനിക്കുന്ന ഒരിടമാണ് യെരുശലേം. 5, കൂടാതെ ക്രിസ്ത്യാനികൾക്ക് യെരുശലേം കുരിശുമരണം, ക്രിസ്തുവിനെ അടക്കം നടത്തിയ സ്ഥലം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവ് കാണിക്കുന്ന സ്ഥലം, ഇതെല്ലാമാണ്. അതായത് യഹൂദ, മുസ്ലിം, ക്രൈസ്തവ സമൂഹത്തിന് പവിത്രമായ ആരാധനാ കേന്ദ്രങ്ങൾ ഉള്ളിടമാണ് യെരുശലേം. ഈ കാരണങ്ങളാലാണ് യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും എന്നും യെരുശലേമിന് എതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന രാഷ്ട്രങ്ങൾക്ക് അത് വലിയ നാശവും കഷ്ടതയും വരുത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് യെരുശലേം സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 44 വാക്യം ഒന്ന് നോക്കാം. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അതാരുടെയെങ്കിലും മേൽ വീണാൽ അതവനെ ധൂളിപ്പിക്കുമെന്ന് കാണാം. അതായത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ നോക്കിയാൽ മൂലക്കല്ലായ യേശുവിലൂടെ ദൈവത്തിങ്കലേക്ക് വരാത്തവരെ മൂലക്കല്ല് തകർക്കും എന്ന് കാണാം. യോഹന്നാൻ 3-16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, വെളിച്ചമായവൻ ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാണ്. യോഹന്നാൻ 14:6 പറയുന്നു, അവർ മറന്നുപോകുമെന്ന്. അതായത് യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കാത്തവനും അനുസരിക്കാത്തവനും നിത്യജീവൻ നഷ്ടമാക്കുന്നു. യോഹന്നാൻ 3:36. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ, ഒരു മുന്നറിയിപ്പ് തന്നോട്ടെ. മർക്കോസ് 16:16 പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാൻ നീ എന്തു ചെയ്യണം? അവനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അപ്പം വിശ്വസിക്കുന്നവന് സ്നാനമേൽക്കണം. എങ്ങനെയാ സ്നാനമേൽക്കേണ്ടുന്നത്? നീ അവനെ അറിയണം. അറിയുമ്പോഴാണ് വിശ്വസിച്ച് സ്നാനമേൽക്കണം. വിശ്വസിക്കുന്നവനും അനുസരിക്കുന്നവനും രക്ഷ പ്രാപിക്കും. എന്നാൽ വിശ്വസിക്കാത്തവനും അനുസരിക്കാത്തവനും തങ്ങളുടെ നിത്യജീവൻ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മുമ്പാകെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. താഴ്ത്തുന്നവരോ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലും ചില ഭാരമുള്ള കല്ലുകൾ വരാം. ആരീ കല്ല് ഉരുട്ടി മാറ്റും? എൻ്റെ പ്രശ്നങ്ങൾ അടിക്കടി പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വരും. അതിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചില നാട്ടിൽ ചക്കരോ അറയും വെച്ച് വെള്ളം ചവിട്ടിത്താക്കും. അടുത്ത സ്ഥലത്തോട്ട് ഇറക്കി വിടും വെള്ളത്തെ. അപ്പോൾ ഒരില ചവിട്ടിത്താക്കുമ്പോൾ അടുത്ത ഇല അവരുടെ നെഞ്ചിന് നേരെ വരും. അങ്ങനെ ചവിട്ടിത്താത്താണ് അവർ ആ വെള്ളം വറ്റിക്കുന്നത്. അതുപോലെ നിൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടും. എൻ്റെ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം? പക്ഷെ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, നിനക്ക് യേശുവിനെ കാണണം, യേശുവിൻ്റെ അടുക്ക ചെല്ലണം. നീ ഇത് പറഞ്ഞുകൊണ്ട് പോകണം, ആരാ എൻ്റെ കല്ലുരുട്ടി മാറ്റുന്നത്? ഈ ചിന്തയോടുകൂടെ നീ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിനക്ക് മുമ്പേ ആ കല്ലിനെ ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗത്തേക്കൊന്ന് നോക്കാം. 2 സഹോദരന്മാർ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവർ കല്ലറയിലേക്ക് പോയി. പക്ഷേ കല്ലറ വലിയ കല്ല് വെച്ചാണ് അടച്ചിരുന്നത്. ആര് നമുക്ക് വേണ്ടി ഈ കല്ല് മാറ്റും? അവരത് ഭാരപ്പെട്ടാ പോയത്. വലിയ ഒരു ഭൂകമ്പം അപ്പോൾ ഉണ്ടായി. കല്ല് ഉരുട്ടി മാറ്റുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. കണ്ട, 2 സഹോദരിമാർ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതാ. അവർ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ആ വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അതിനാരെയാ അവിടെ അയച്ച്? ആരെ അയച്ചു? ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഒരു ഭൂകമ്പത്തിൽ കൂടെ കല്ല് ഉരുട്ടി മാറ്റിച്ചു. അതിൻ്റെ പുറത്ത് കയറി ഈ ദൂതൻ ഇരുന്നു. ഇനി ആ കല്ലുരുണ്ട് അവിടെ പോകത്തില്ല. കർത്താവിന് അതിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഈ കല്ല് ആരും മാറ്റിക്കൊടുക്കണ്ട. എന്നാൽ മനുഷ്യർക്കൊരു തെളിവിന് വേണ്ടിയാണ് ഒരു ഭൂകമ്പമുണ്ടായതും ആ കല്ല് മാറിപ്പോയതും. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, യേശുവേ ഞങ്ങൾ നിൻ്റെ അടുത്തോട്ട് വരുവാന്ന് പറഞ്ഞാൽ മതി. നിൻ്റെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഹല്ലേലൂയ
ഒന്നൊന്നായി മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. നീ നോക്കുമ്പോൾ ഒരു പ്രശ്നം മാറി, അടുത്ത പ്രശ്നം മാറി. പക്ഷെ ആ പ്രശ്നങ്ങളുടെ മുകളിൽ ഒരു ദൂതൻ ഇരിപ്പുണ്ട്. എന്താണെന്നറിയാവോ? നിന്നെ ഉപദ്രവിക്കാൻ ആ കല്ലിനി ഇങ്ങോട്ട് വരത്തില്ല. തടസ്സമാകുന്ന കല്ല് മാറ്റുവാൻ ഭൂകമ്പമോ ദൂതനോ ഒന്നും കർത്താവിന് ആവശ്യമില്ലെങ്കിലും നമുക്കിതൊക്കെ ആവശ്യമുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഭയന്ന് പുറകോട്ട് പോകാതെ ധൈര്യത്തോട് മുമ്പോട്ട് പോകുക. ഏത് തടസ്സവും നീക്കിത്തരുവാൻ കഴിയുന്നവനാണ് നമുക്ക് മുൻപേ പോയത്. ഏത് പ്രതികൂലമാകുന്ന കല്ലും മാറ്റുവാൻ, തടസ്സങ്ങളാകുന്ന കല്ല് മാറ്റുവാൻ സ്വർഗം പ്രാപ്തനാണ്. സ്വർഗം അയക്കുന്ന ദൂതൻ നമുക്കായി ആ പ്രശ്നമാകുന്ന കല്ല് ഉരുട്ടി മാറ്റി അത് വീണ്ടും നമ്മുടെ വഴിയെ തടസ്സപ്പെടുത്താതെ അതിൻ്റെ പുറത്തിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അവനിൽ വിശ്വസിക്കുക. ലോക ഇമ്പങ്ങളെ വിട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവരാകുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഈ മെസ്സേജ് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.